ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടുന്നതിനായി കുങ്കിയാനയെ എത്തിച്ച് വനം വകുപ്പ്. ഏറെക്കാലമായി പ്രദേശവാസികൾക്കും വിളകൾക്കും ഭീഷണിയായി മാറുകയും രണ്ടുപേരെ കൊലപ്പെടുത്തുകയും ചെയ്ത കൊലയാളി ആനയെ നാടുകടത്തണമെന്ന ആവശ്യം നിലനിൽക്കെയാണ് ഉൾക്കാട്ടിലേക്ക് തന്നെ കയറ്റിവിടാൻ വനം വകുപ്പ് ശ്രമം ആരംഭിച്ചത്. കൊലയാളി ആനയെ നാടുകടത്തണമെന്ന ആവശ്യം മാസങ്ങളായി മുണ്ടൂർ നിവാസികൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കെയാണ് കഴിഞ്ഞ ദിവസം ഞാറക്കോട് സ്വദേശി കുമാരൻ ആനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ഏപ്രിലിൽ ആനയുടെ ചവിട്ടേറ്റ് അലൻ എന്ന ചെറുപ്പക്കാരനും കൊല്ലപ്പെട്ടിരുന്നു. ഇതിനുശേഷമാണ് കൊലയാളി ആനയെ നാടുകടത്തണമെന്ന ആവശ്യം പ്രദേശവാസികൾ ശക്തമാക്കിയത്. വനം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി നടപടി സ്വീകരിക്കാമെന്ന് എ പ്രഭാകരൻ MLA ഉറപ്പ് നൽകിയെങ്കിലും പാലിക്കപ്പെട്ടില്ല. ജില്ലാ ഭരണകൂടവും ജനപ്രതിനിധികളും നൽകിയ ഉറപ്പ് നടപ്പാവാത്തതിൽ പ്രതിഷേധിച്ച് മുണ്ടൂരിലെത്തിയ MLA പ്രഭാകരനോടും ജില്ലാ കളക്ടർ പ്രിയങ്കാജിയോടും ജനങ്ങൾ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. ഏറെക്കാലമായി RRT സംഘം മുണ്ടൂരിൽ മുഴുവൻ സമയവും തമ്പടിച്ച് നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇതിനിടയിലാണ് ആനയുടെ ചവിട്ടേറ്റ് കുമാരൻ ദാരുണമായി കൊല്ലപ്പെട്ടത്. ധോണിയിൽ നിന്നുമെത്തിയ അഗസ്റ്റിൻ എന്ന കുങ്കിയാനയെ ഉപയോഗിച്ചാണ് കൊലയാളി ആനയെ ഉൾക്കാട്ടിലേക്ക് കയറ്റുന്ന നടപടികൾ ആരംഭിച്ചത്. ഉൾക്കാട്ടിലേക്ക് കയറ്റുന്നത് ശാശ്വത പരിഹാരമല്ലെന്നും ആനയെ നാടുകടത്തുന്നതാണ് സുരക്ഷിതത്വമെന്നുമാണ് നാട്ടുകാരുടെ പക്ഷം.